വീഴ്ച പറ്റിയില്ലെങ്കിലും ചാടൂല്ലോ. ചാടിയുണ്ടെങ്കിൽ വീഴ്ച പറ്റുന്നില്ല ഇതിൻ്റെ അർത്ഥം. വീഴ്ചയെല്ലാം പറ്റും, പലപ്പോഴും പറ്റും, പല സംഭവങ്ങളിലും ഉണ്ടായിട്ടുണ്ട്, ഇനിയും പറ്റും. ഇന്നലെ ഗോവിന്ദച്ചാമി ഉണ്ടാക്കിയ ഒരു ഭയം, ഒരു ഞെട്ടൽ, അത് ഇപ്പോഴും മാറിയിട്ടില്ല. ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു കേരളത്തിലെ ഒരു ജനതയെ സുരക്ഷിതമാക്കി ഇരുത്താനുള്ളവർ ഇപ്പോഴും പടവെട്ടുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങൾ മാത്രം പഴിചാരിയും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്നും കാണാൻ കഴിയുന്നത്. എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇന്നും ദേശാഭിമാനി, മലയാള മനോരമ തുടങ്ങിയ പത്രങ്ങൾ വായിക്കുന്ന സമയത്തും സംശയങ്ങൾ ഇരട്ടിക്കുന്നു എന്നല്ലാതെ കുറയുന്നൊരു ലക്ഷണവും കാണാനില്ല. നമുക്കറിയാം, ഗോവിന്ദച്ചാമിയുടെ ഫോട്ടോ സംബന്ധിച്ച പ്രശ്നം ക്രൈമും മുൻപ് പറഞ്ഞതാണ്. ഇന്നലെ കഴിഞ്ഞ എല്ലാ വീഡിയോകളിലും, ഇതുമായി ബന്ധപ്പെട്ട് ചെയ്ത എല്ലാ വീഡിയോകളിലും ഈ ഫോട്ടോയിലുള്ള വ്യത്യാസം നമ്മൾ തുറന്നു പറഞ്ഞതാണ്. ആ സമയത്ത് പ്രമുഖ മാധ്യമങ്ങൾ പലരും ആ സമയത്ത് പറഞ്ഞിരുന്നത് താടി വടിക്കുന്നത് അലർജി ആയതുകൊണ്ട് മാറ്റിയെന്നാണ്. അത് ഇന്നും പത്രങ്ങളിലും ആവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ദേശാഭിമാനി എന്തോ അത് കൊടുക്കാനുള്ള മനസ്സില്ലാത്തത് കൊണ്ടാകും ആ രീതിയിൽ അതിനെ കണ്ടിട്ടില്ല. ആ വാർത്ത കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ: ജയിലിൽ തടവുകാരുടെ താടിയും മുടിയും മുറിക്കുന്നത് അന്തേവാസികളാണ്. ഇതിനായി ചുമതലപ്പെടുത്തിയ തടവുകാരുമായി ഇയാൾ എന്തെങ്കിലും ധാരണ ഉണ്ടാക്കിയിരുന്നോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. 2.5 സെന്റിമീറ്റർ വരെ താടി അനുവദിക്കുമെന്നാണ് ജയിൽ ചട്ടം. CCTV എവിടെയൊക്കെ എന്നത് സംബന്ധിച്ചു ഇയാൾക്ക് കൃത്യമായി ധാരണയുണ്ടായിരുന്നു. CCTV ഇല്ലാത്ത ഭാഗം തിരഞ്ഞെടുത്തതിനാൽ ചാടുന്നതിൻ്റെ ദൃശ്യം ലഭിച്ചിട്ടില്ല. ഇവിടേക്ക് നടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് ലഭിച്ചത്. ഇതിലുള്ള വാക്യങ്ങൾ ഇന്നലെ എനിക്കും ഞാൻ പ്രേക്ഷകരോട് പങ്കുവച്ചതുമായ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ്. ഒന്ന്, താടിയുടെ വിഷയം അലർജിയാണെന്ന് പലരും പറയുന്നു. അത് ഇന്ന് പ്രമുഖ പത്രമായ മനോരമയിലും കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ: ഷേവിംഗ് അലർജി എന്ന് പറഞ്ഞ് താടി വളർത്താൻ അനുമതി വാങ്ങുന്നു. താടി നീട്ടിയ ശേഷമുള്ള ചിത്രം ജയിൽ അധികൃതർ രേഖകളിൽ ചേർക്കുന്നില്ല. ഈ ചിത്രം നൽകിയിരിക്കുന്നത് 1, 2, 3 ക്രമത്തിൽ, അതായത് ഓരോ ഘട്ടത്തിലും ഗോവിന്ദച്ചാമി നടത്തിയ ശ്രമങ്ങളും അല്ലെങ്കിൽ അതിനുവേണ്ടി നടത്തിയ മുൻകരുതലുകളുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുകയാണ് ആ ഒരുക്കം, ആദ്യ ഒരുക്കം എന്ന് പറയുന്നത് അതായിരുന്നു. ഇത് ജയിൽ അധികൃതർ എന്തുകൊണ്ട് ഉപയോഗപ്പെടുത്തിയില്ല? ഇന്നലെ ചർച്ചയിലും ഞാനത് പറഞ്ഞതാണ്. ഒരു പ്രമുഖ മാധ്യമത്തിൽ ഒരു ലുക്കൗട്ട് നോട്ടീസ് പോലെ ഒരു പേപ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ചിത്രം പിന്നീട് ഞാൻ നോക്കിയപ്പോൾ അതിൽ കണ്ടില്ല. അപ്പോഴേക്കും അത് പിൻവലിക്കപ്പെടുകയോ മറ്റോ ചെയ്തിരുന്നിരിക്കണം. അപ്പോൾ ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അറിയില്ല. പിന്നീട് ഞാൻ ആ ചിത്രവും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വാർത്തകൾ ഒരുപാട് നോക്കി, പക്ഷെ കിട്ടിയില്ല. പക്ഷെ എനിക്കത് ഇന്നലെ കിട്ടിയത് ബിനീഷ് കോടിയേരിയുടെ ഫേസ്ബുക്ക് പേജിൽ നിന്ന് വീണ്ടും ആ ഫോട്ടോ, പരസ്യമായ ഫോട്ടോ ആണ്. പക്ഷെ ഇത് അവർ പറഞ്ഞിരുന്നു എന്ന് തെളിയിക്കാൻ തക്കവണ്ണ തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സംശയം ഇപ്പോൾ ഇന്ന് മനോരമ ചോദിച്ച സംശയം സ്വാഭാവികമാണ്. എന്തുകൊണ്ട് താടി നീട്ടി വളർത്തിയ ഗോവിന്ദച്ചാമിയുടെ ചിത്രം രേഖകളിൽ ഉൾപ്പെടുത്തിയില്ല എന്നുള്ള സംശയം എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ ദേശാഭിമാനി പറയുന്നത് ഇത് അലർജി ഒന്നും ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അവർ ഇത് ചെയ്യുന്ന തടവുകാരുമായി വന്ന ഒരു ധാരണയാണ് എന്നാണ് ദേശാഭിമാനി പറഞ്ഞു വെക്കുന്നത്. അതുപോലെ CCTV ദൃശ്യം ഇന്നലെയും പറഞ്ഞു, പ്രതിപക്ഷ ബഹുമാനം കൺസിഡർ ചെയ്ത് പ്രതിപക്ഷത്തെയെങ്കിലും ഒന്ന് കാണിക്കണം, ആരെങ്കിലും ഒരാളെ ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോഴറിയുന്നത് അവിടെ CCTV ഉണ്ടായിരുന്നില്ല, നടന്നു പോകുന്ന ചിത്രമാണ്. അത് നമുക്കറിയാം, മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടതാണ്. നടന്നു പോകുന്ന ചിത്രം കറുപ്പും ധരിച്ചിട്ടുള്ളത്. പിന്നീട് പുറത്തു വന്നപ്പോൾ കറുപ്പ് പാൻസും വെളുത്ത ഷർട്ടുമായി മാറുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതിലൊക്കെ ഒരു വിരോധമായിട്ട് ചിന്തിക്കാൻ അല്ലെങ്കിൽ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട്. അതിന് നമുക്ക് MV ഗോവിന്ദൻ കൊടുത്ത മറുപടി ഞാൻ കൂടെ പറയുകയാണ്. അതായത് ചാടി, അത് എന്തുകൊണ്ടാണ്? വീഴ്ച സംഭവിച്ചു എന്നങ്ങ് സമ്മതിച്ചാൽ ഒത്താശ പുറത്തു വരുന്നില്ല എന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് തെളിയിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്ത് സുരക്ഷയാണ് ജനങ്ങൾക്കുള്ളത്? പത്രത്താളുകളിൽ കണ്ടതാണ് സൗമ്യയുടെ അമ്മയ്ക്ക് പോലീസ് ആ വഴിയോരങ്ങളിൽ വരെ സുരക്ഷ ഒരുക്കിയിരുന്നു എന്നുള്ളത്. ജയിൽ ചാട്ടം അറിഞ്ഞതിന് ശേഷം എന്തിന് ഇത്തരത്തിലൊരു വീഴ്ച അവിടെ സംഭവിച്ചത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങളും നിയന്ത്രണങ്ങളും മറ്റൊരിടത്ത് ചെയ്യേണ്ടി വരുന്നത്. വീഴ്ച എന്തായാലും MV ഗോവിന്ദൻ സമ്മതിച്ചു. പക്ഷേ വീഴ്ച പറ്റിയെന്ന് സമ്മതിക്കേണ്ടത് പിണറായി വിജയനാണ്, മുഖ്യമന്ത്രിയാണ്, വകുപ്പ് ഭരിക്കുന്ന തലവനാണ്. അതൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതിൻ്റെ ഒപ്പം പറഞ്ഞു പോവേണ്ട ഒരു കാര്യം കൂടെ മലയാള മനോരമയിൽ കൊടുത്തിട്ടുണ്ട്. ജയിലിനുള്ളിലെ ജയിലാണ് 10ാം ബ്ലോക്ക് എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, കണ്ണൂർ സെൻട്രൽ ജയിലുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ ഞാനൊക്കെ ചെറുതാകുമ്പോൾ തൊട്ട് കേൾക്കാറുണ്ട്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ അങ്ങനെയാണ് നടക്കുന്നത്, ഇങ്ങനെയാണ് നടക്കുന്നത്. അന്ന് മുതലേ കണ്ണൂരിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ടായിരുന്നു. അത്
പലർക്കും ഒരു സുരക്ഷിത താവളമായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ചുരുക്കി പറയാം. അത് സംബന്ധിക്കുന്ന ഒരു വാർത്ത കൂടെ മനോരമ ഉൾപേജിൽ കൊടുത്തിട്ടുണ്ട്. പ്രതികൾ നിയന്ത്രിക്കുന്ന ജയിൽ ഗോവിന്ദചാമിക്ക് പോലും സഹായം. ആസൂത്രണം അധികൃതർ അറിയാതെ പോയത് ജയിലിലെ അരാജകത്വത്തിന്റെ തെളിവ്. ജയിൽ ചാടിയ ഗോവിന്ദചാമി മണിക്കൂറുകൾക്കകം പിടിക്കാനായെങ്കിലും ജയിലിലെ സുരക്ഷാ വീഴ്ച വകുപ്പ് കൈകാര്യം ചെയ്യുന്ന CPM-ന് വലിയ നാണക്കേടായി. ജയിലിൽ CPM തടവുകാരുടെ ഭരണമാണെന്ന ആക്ഷേപം നിരന്തരം ഉന്നയിക്കുന്ന പ്രതിപക്ഷത്തിന് ജയിൽ ചാട്ടം മറ്റൊരായുധമായി. ജയിൽ ചാടാനുള്ള എല്ലാ സൗകര്യങ്ങളും ഗോവിന്ദചാമിക്ക് കിട്ടിയെന്നാണ് വ്യക്തമാകുന്നത്. ജയിലിലും സിസ്റ്റത്തിന്റെ തകരാറോന്ന പരിഹാസം CPM-നു നേരെ ഉയരുന്നു. ജയിലിലാകുന്ന CPM പ്രവർത്തകർക്ക് വഴിവിട്ട സഹായങ്ങൾ ലഭിക്കുമെന്ന ആക്ഷേപം നേരത്തെയുണ്ട്. അത് ശരിവെക്കുന്ന സംഭവങ്ങൾ ജയിലിൽ പതിവാണ്. സെല്ലുകളിൽ നിന്ന് മൊബൈൽ ഫോണുകളും ലഹരി വസ്തുക്കളും പിടികൂടുന്ന സംഭവങ്ങൾ അടിക്കടി റിപ്പോർട്ട് ചെയ്യുന്നു. CPM നേതാക്കളായ ജയിൽ ഉപദേശക സമിതി അംഗങ്ങളുടെ ഇടപെടലാണ് ജയിലിൽ വഴിവിട്ട കാര്യങ്ങൾ നടക്കുന്നതെന്നാണ് പ്രതിപക്ഷ ആരോപണം. ഏറ്റവും ഒടുവിൽ കാർണവർ വധക്കേസിലെ ഷിറിൻ ജയിൽ മോചനത്തിനു പിന്നിലും ഇത്തരം ആക്ഷേപങ്ങൾ ഉയരുന്നു. വനിതാ ജയിലിൽ ഷിറിന് ലഭിച്ച പരിഗണന ചർച്ചയായി. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം കൂടിയായതോടെ സെൻട്രൽ ജയിലിൽ കാര്യങ്ങൾ നേരായ രീതിയിലല്ലെന്ന് വെളിപ്പെടുന്നത്. ജയിൽ ചാടാൻ ഗോവിന്ദചാമി നടത്തിയ ദീർഘനാളത്തെ ആസൂത്രണവും അതിന്റെ നിർവഹണവും ജയിൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിൽ വലിയ വീഴ്ച ഉണ്ടെന്നതിന് തെളിവാണ്. ദിവസങ്ങളെടുത്ത് അഴികൾ മുറിച്ചിട്ടും ആരും അറിഞ്ഞില്ല. സ്വാതന്ത്ര്യവും ഒത്താശയും ലഭിക്കാതെ അംഗപരിമിതനായ ഒരാൾക്ക് ജയിൽ ചാടാൻ സാധിക്കില്ലെന്ന് വ്യക്തം. ആസൂത്രണത്തിനും അവസരം എങ്ങനെയുണ്ടായെന്ന ചോദ്യം പ്രസക്തം. പിടിയിലാകുമ്പോൾ ഗോവിന്ദചാമിയുടെ കയ്യിൽ ചെറിയ ആയുധങ്ങളുണ്ടായിരുന്നു എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ വെളിപ്പെടുത്തൽ. പിന്നെ അങ്ങോട്ട് നമ്മൾക്ക് വന്ന സംശയങ്ങൾ മാത്രമാണ്. അതായത് ഒരാളിൽ ഒതുങ്ങുന്ന സംശയമല്ല ഉള്ളത്. എല്ലാവർക്കും ഈ സംശയമുണ്ട്. അതിനൊരു വീഴ്ച പറ്റി. എന്തുകൊണ്ട് ചാടി? അത് വീഴ്ച കൊണ്ടാണ്. അതങ്ങ് സമ്മതിച്ചു. പക്ഷെ പിടിച്ചല്ലോ എന്ന് പറയുന്നതിൽ ഒരു ന്യായീകരണവുമില്ല. ആ വീഴ്ച തന്നെയാണ്. ഇത് ഒരു മറയാണെങ്കിൽ ആ മറ അധികകാലം കൊണ്ടു നടക്കാൻ ഒരു പാർട്ടിക്കും ഒരു ശക്തിക്കും കഴിയാത്ത രീതിയിൽ ജനത പലതും തിരിച്ചറിയുന്നുണ്ട്. അല്ല, വീഴ്ചയായി, പിന്നെ പിടിക്കുകയും ചെയ്തു. അപ്പോൾ വീഴ്ച പോയല്ലോ. വീഴ്ച പറ്റിയില്ലെങ്കിലും ചാടൂല്ലോ. ചാടിയുണ്ടെങ്കിൽ വീഴ്ച പറ്റുന്നില്ല. അതിൻ്റെ അർത്ഥം പിടിച്ചു എന്നുള്ളത് കൊണ്ട് അത്രയേ ഉള്ളൂ എന്നും കണ്ട. അത്രയേ ഉള്ളൂ. അതന്നെ. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഏറ്റിക്ക് വേണമെങ്കിൽ എഴുതിക്കോ. ഞാൻ പറഞ്ഞത് ഇത്രയും കൃത്യമാണ്. വീഴ്ചയില്ലാതെ ചാടാൻ പറ്റുമോ? അതെന്താ അതിൻ്റെ അർത്ഥം? എന്താ സിസ്റ്റത്തിന്റെ പോരായ്മയാണോ എന്ന് ഇവര് ഓരോരാൾ ഓരോ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോവിന്ദചാമി ചാടി എന്നുള്ളത് സത്യം. ഗോവിന്ദചാമിയെ കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് പിടിച്ചു എന്നുള്ളതും സത്യം. അത് ഇപ്പം വീഴ്ച പറ്റി നിങ്ങൾക്ക് എന്താ ഇപ്പം അതിന്റെ ഭാഗമായിട്ട് വേണ്ട വാർത്തയിൽ? അല്ല, നിങ്ങളെന്താ ഉദ്ദേശിക്കുന്നത്? വാർത്ത വീഴ്ച പറ്റാൻ പാടുണ്ടോന്നോ? അങ്ങനെ പിന്നെ വീഴ്ചയെ പറ്റൂല്ലോ. ലോകത്ത് പിന്നെ വീഴ്ചയെ പറ്റാത്തൊരു അവസ്ഥയല്ലേ വരിക? വീഴ്ചയെല്ലാം പറ്റും, പലപ്പോഴും പറ്റും. പല സംഭവങ്ങളിലും ഉണ്ടായിട്ടുണ്ട്, ഇനിയും പറ്റും. അതൊക്കെ അത്തരത്തിലുണ്ടാകുന്ന സംഭവങ്ങളൊക്കെ വരുമ്പോൾ അതിജാഗ്രതയോടെ അതിനെ കൈകാര്യം ചെയ്തു പോവുക. അതാണ് ഗവൺമെന്റ് ഇപ്പം ചെയ്തത്. അപ്പോൾ തന്നെ പിടിച്ചതുകൊണ്ട് നിങ്ങൾക്ക് വാർത്ത പോയി. ഇല്ലെങ്കിൽ ഒരു 24 മണിക്കൂർ സമയത്തേക്കുള്ള ഒരു വാർത്ത നിങ്ങൾ സെറ്റ് ചെയ്ത് വന്നതായിരുന്നു. പക്ഷെ അത് വളരെ പെട്ടെന്ന് തന്നെ മാറി. അതെ. അതുകൊണ്ടുണ്ട്. പിടിച്ച വളരെ നന്നായി. എല്ലാവർക്കും നന്നായി.